ഏകമേ ഇപ്പോൾ അവസാന ലാപ്പിലേക്ക് പോവാണ്. വലിയ വിവാദത്തിലാണ് മഞ്ചേശ്വരം. നിങ്ങൾക്കറിയാം, പലതരത്തിലുള്ള വിവാദമുണ്ട്. എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുന്നത്? എന്താണ് ആത്മവിശ്വാസം? വിവാദങ്ങളല്ല, മഞ്ചേശ്വരം 87-ന് ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു നിയമസഭാ ഇലക്ഷനാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഒരു ഘടകം, കേരളത്തിൽ 87-നോ 2000 വരെ BJPക്ക് വലിയ സ്വാധീനമില്ലാത്ത സ്റ്റേറ്റാണ്. ആകെ BJP 2ാം സ്ഥാനത്ത് വരുന്നത് മഞ്ചേശ്വരത്തായിരുന്നു. മഞ്ചേശ്വരത്തിൻ്റെ പ്രത്യേകത, കേരളം ഏറ്റവും ചർച്ച ചെയ്തത് അക്കൗണ്ട് തുറക്കുന്നെങ്കിൽ മഞ്ചേശ്വരം അക്കൗണ്ട് തുറക്കാൻ സമ്മതിച്ചിട്ടില്ല. തിരുവനന്തപുരത്താണ് രാജഗോപാൽ MLA ആയത്. ഇപ്പം ഈ വിവാദങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളല്ലെങ്കിലും ഒരു ടീം UDFൻ്റെ കൃത്യമായ വർക്ക് നടത്തി 8 പഞ്ചായത്ത് പിടിച്ച് BJP ജയിച്ച ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റ് പോലും തിരിച്ചു പിടിച്ച് നല്ല ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് കടന്നത്. പുതിയ വിവാദങ്ങളൊന്നും എന്തിനെന്ന് മനസ്സിലാകുന്നില്ല. എല്ലാ വിവാദങ്ങളും BJPക്ക് സഹായമായി മാറാൻ പാടില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയാനുള്ളത്. ഞങ്ങൾക്ക് മഞ്ചേശ്വരത്തിൻ്റെ ഗ്രാസ് റൂട്ട് ഒരു കാലത്തും കാണാത്ത രീതിയിൽ വല്ലാത്തൊരു ആവേശമാണ്. എല്ലാവരും UDFന് വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആവേശകരമായ ചിത്രമാണ് 10-30 വർഷത്തെ പൊതുജീവിതത്തിൽ കാണുന്നത്. വളരെ നിർണായകമായ നെക്ക് ആൻഡ് നെക്ക് മത്സരമാണ് പലപ്പോഴും നടക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആരൊക്കെ വോട്ട് ചെയ്യണം, ആരുടെയൊക്കെ വോട്ട് വാങ്ങണം എന്നൊക്കെ രാഷ്ട്രീയ തീരുമാനം എടുക്കാൻ പറ്റാത്ത ആശയക്കുഴപ്പമുണ്ടാകുന്ന സാഹചര്യമില്ലേ? ഒരിക്കലുമില്ല. മഞ്ചേശ്വരം അത് വർഗീയതയ്ക്കെതിരെയുള്ള വിധിയെഴുത്താണ്, മതേതരത്വത്തിന് വേണ്ടിയുള്ള വിധിയെഴുത്താണ്. ഞങ്ങളിവിടെ ഒരു കാര്യം തുറന്നു പറയുന്നത്, 89-ൻ്റെ 2016-ലെ വ്യത്യാസം, 2021-ൽ ഞാൻ ജയിക്കുമ്പോൾ 745-ൻ്റെ വ്യത്യാസം, ഈ 2 വോട്ടുകൾ പറഞ്ഞിട്ടാണ് K. സുരേന്ദ്രൻ ഈ പ്രാവശ്യം മഞ്ചേശ്വരത്ത് ഒരു നെക്കെന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ നയിച്ച ഒരാളാണ്. BJPയും ഞങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് 23,000 വോട്ടാണ്. ജില്ലാ പഞ്ചായത്ത് ബേസ് വെച്ചിട്ടാണ് നമ്മളത് അളക്കുന്നത്. അതോടൊപ്പം ലോക്സഭയിൽ BJPയും രാജ്മോഹൻ ഉണ്ണിത്താനും 18,000 വോട്ടിൻ്റെ ഡിഫറൻസ്. അതിനുശേഷം ഞങ്ങൾ നന്നായി SIR മാനേജ് ചെയ്തു, ഞങ്ങൾ നല്ല വോട്ട് ചേർത്തു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, 2001-ലാണ് മഞ്ചേശ്വരത്ത് 13,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയതെങ്കിൽ 2026-ൽ മെയ് 4-ാം തീയതി എബവ് 15,000 റെക്കോർഡ് ഭൂരിപക്ഷം മഞ്ചേശ്വരത്ത് UDF ജയിക്കുന്ന ഇലക്ഷനാണ് ഈ പ്രാവശ്യം നടക്കുന്നത്. ഈ ആത്മവിശ്വാസമുള്ളപ്പോൾ ചോദിക്കട്ടെ, SDPI നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത്തരം വോട്ടുകൾ സ്വീകരിക്കുന്ന ഒരു നിലപാടിലേക്ക് പോകും? തീർച്ചയായും. ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, മഞ്ചേശ്വരത്ത് BJPക്കെതിരെയാണ് ഞങ്ങളുടെ നീക്കം. അതിന് കാരണങ്ങളുണ്ട്. ഇപ്പം ഇതൊരു മാർച്ച് മാസം 31-ാം തീയതി മാർച്ച് വരുമ്പോൾ കാസർകോട്ടെ മതേതര മനസ്സുകൾ ഇങ്ങനെ വിങ്ങിപ്പൊട്ടും. എന്തിന്? 7 വർഷം മുമ്പ് ഉപജീവന മാർഗത്തിന് ഒരു പള്ളിയിൽ ജോലി ചെയ്യുന്ന ഒരു റിയാസ് മൗലവി എന്ന് പറയുന്ന മനുഷ്യന്റെ കഴുത്തറുത്ത് കൊന്നത് സംഘപരിവാറാണ്. ഏകപക്ഷീയമായി എത്ര ആളുകളെ കൊന്ന്. മഞ്ചേശ്വരത്തിന്റെ പൊളിറ്റിക്സ് മംഗലാപുരവുമായി കണക്റ്റഡ് ആണ്. മുഹമ്മദ് അഷ്റഫ് എന്ന് പറയുന്ന മാനസിക അസ്വസ്ഥനായ ഒരു മനുഷ്യനെ ഒരു ഗ്രൗണ്ടിൽ മതം നോക്കി മാത്രം കൊന്നവർ സംഘപരിവാർ അല്ലേ? ആ സംഘപരിവാർ ജയിക്കാൻ ആരും സമ്മതിക്കില്ല. ഈ പോരാട്ടം, സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടത്തിൽ സംഘപരിവാറിനെ മഞ്ചേശ്വരത്തെ ജനത തോൽപ്പിക്കും. അപ്പോൾ സ്വാഭാവികയുടെ SDP അങ്ങനെ നിലപാടെടുക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കും. BJPക്കെതിരെ ആരെ വോട്ടും ഞാൻ സ്വീകരിക്കും. BJPയെ തോൽപ്പിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ VD സതീശൻ അങ്ങനെയല്ല പറയുന്നത്. SDPയുടെ വോട്ട് ഒരിക്കലും വേണ്ട എന്ന നിലപാടാണ് എടുക്കുന്നത്. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. PMS സലാം സാഹിബ് ഇന്നൊരു പ്രസ്താവന ഞാൻ കണ്ടു. PMS സലാം ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞു, ഇലക്ഷനിൽ എല്ലാവരുടെയും വോട്ട് വാങ്ങണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഞങ്ങളുടെ നിലപാട്.